പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 28-ാം മന്ത്രമാണ് മനന വിഷയമായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടം അറിയുന്നതു തുര്യബോധമാകും. ജഡമറിവീലത് ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ലറിഞ്ഞിടേണം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്ന അറിവല്ലറിഞ്ഞിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അടിമുടിയറ്റ്, അടിയെന്നോ മുടിയെന്നോ ഉള്ള ഭേദചിന്ത ഇല്ലാതായി. അടി തൊട്ടു മൗലിയന്തം, എന്നാൽ അടി മുതൽ മുടി വരെ സ്ഫുടം അറിയുന്നത്, തെളിമയോടെ അറിയുന്നത് തുര്യബോധമാകും. തുര്യബോധം ആണ്. ജഡമറിവീല, ജഡവസ്തുക്കൾ തുര്യബോധത്തെ അറിയുന്നില്ല. അത് ആ തുര്യബോധം ചിന്ത ചെയ്ത് ചൊല്ലുന്ന, ചിന്തിച്ച് എത്തിച്ചേരാവുന്ന ഇടയിലിരുന്ന അറിവല്ല, തലത്തിൽ വരുന്ന അറിവല്ല. അറിഞ്ഞിടേണം, ഇക്കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി പറയാം. അടിയെന്നോ മുടിയെന്നോ ഉള്ള ഭേദചിന്ത ഇല്ലാതായി. എന്നാൽ അടി മുതൽ മുടി വരെ തെളിമയോടെ അറിയുന്നത് തുര്യബോധമാണ്. ജഡവസ്തുക്കൾ തുര്യബോധത്തെ അറിയുന്നില്ല. ആ തുര്യബോധം ചിന്തിച്ചെത്തിച്ചേരാവുന്ന തലത്തിൽ വരുന്ന അറിവല്ല. ഇക്കാര്യം മനസ്സിലാക്കണം. നമുക്ക് വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്ന് പോകാം. ആത്മബോധം ജാഗരിതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അനുഭവിച്ചറിയാവുന്ന അറിവല്ല. ഈ ആത്മബോധം എന്ന് പറയുന്നത് ജാഗരിതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഒന്നും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു അറിവല്ല. ഈ 3 അവസ്ഥകളെയും ഉല്ലംഘിച്ചു നിൽക്കുന്ന അതീത ബോധമാണ് ആത്മബോധം. അതുകൊണ്ടതിനെ 4ാമത്തേതെന്ന അർത്ഥത്തിൽ തുര്യം എന്നാണ് പറയാറുള്ളത്. ഈ തുര്യം വാസ്തവത്തിൽ ഒരു അവസ്ഥയല്ല, അവസ്ഥാത്രയ സാക്ഷിയാണ്. തുര്യബോധം സാക്ഷി ചൈതന്യമാണ്. സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അടി, മുടി എന്നൊക്കെയുള്ള മാനങ്ങൾ ഉണ്ടായി വരുന്നത്. എന്നാൽ സാധാരണ ബുദ്ധി ഭൗതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ച് ശീലിച്ചിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ബുദ്ധി ഉത്തരം പറയുന്നത് നീളം, വീതി, ഉയരം, ഘനം എന്നീ അളവുകളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ തുര്യബോധമാകട്ടെ അളവറ്റതാണ്. തുര്യബോധം എങ്ങനെയുള്ളതാണ്? അളവറ്റതാണ്. അത് ഒരു തരത്തിലുള്ള അളവുകൾ കൊണ്ടും അളക്കാൻ കഴിയാത്തത്ര വ്യാപ്തിയാണ് തുര്യബോധത്തിന് ഉള്ളത്. തുര്യബോധം അനന്തമാണ്. അതുകൊണ്ട് അടിയെന്നോ മുടിയെന്നോ ഉള്ള വിഭജനം തുര്യബോധത്തിന് വരുന്നതേ ഇല്ല. എന്നാൽ ആ തുര്യബോധത്തിൽ ഭൂമിയും ആകാശവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം എന്താ? തുര്യബോധം എന്താണ്? അനന്തമാണ്. തുര്യബോധം അനന്തമായതുകൊണ്ട് എല്ലാം തന്നെ ഈ തുര്യബോധത്തിനുള്ളിൽ വരുന്നവയാണ്. തുര്യാനുഭവത്തിൽ ജ്ഞാനം സ്ഫടിക സങ്കാശമായ തെളിമയിൽ എത്തിച്ചേരുന്നു. സംശയം ലേശം പോലുമില്ല അതിന്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ജഡവസ്തുക്കളാണ്. അതിന് സ്വയമേ ഗ്രഹിക്കാനുള്ള ശക്തിയില്ല. ഈ ജഡവസ്തുക്കൾക്ക് സ്വയമേ ഗ്രഹിക്കാനുള്ള ശക്തിയില്ല. പിന്നെ എങ്ങനെയാണവ കാര്യങ്ങൾ നടത്തുന്നത്? ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് അതെല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ജഡവസ്തുക്കൾക്ക് തുര്യബോധം ഉണ്ടാകുന്നില്ല.
ചിന്തിച്ചോ അനുമാനിച്ചോ എടുക്കാവുന്ന ഒന്നല്ല തുര്യബോധം. എല്ലാ ചിന്തകളും പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? അനുഭവങ്ങളുടെ മുദ്രണങ്ങളായ സ്മരണകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ തുര്യബോധമാകട്ടെ അങ്ങനെയൊരു സ്മരണയും അല്ല. അതിനാൽ അതിനെ ചിന്തിച്ചറിയാനാകുമെന്ന് കരുതുന്നത് അബദ്ധമാണ്. എല്ലാ ഉപാധികളും ഉപേക്ഷിച്ച് അറിവിനെ സ്വയം പ്രകാശിക്കുവാൻ ഇടയാകുമ്പോൾ തുര്യബോധം സൂര്യതുല്യം നമ്മിൽ പ്രകാശിക്കും. ഇതാണ് ആത്മസാക്ഷാത്കാരം. എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം നമുക്ക് ലഭിക്കുന്നത്? എല്ലാ ഉപാധികളും ഉപേക്ഷിക്കണം. എല്ലാ ഉപാധികളും ഉപേക്ഷിച്ച് അറിവിനെ സ്വയം പ്രകാശിക്കുവാൻ ഇടയാകുമ്പോൾ അപ്പോഴെന്തുണ്ടാകും? തുര്യബോധം സൂര്യതുല്യം നമ്മിൽ പ്രകാശിക്കും. ഇതാണ് ആത്മസാക്ഷാത്കാരം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 28ാം മന്ത്രത്തിൻ്റെ ലഘുവായൊരു വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.